ചേച്ചി 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 എന്താ അവനി നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? ഈ താലി നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലായിരുന്നു. അമ്മയുടെ കാരുണ്യം കൊണ്ട് തിരിച്ചു കിട്ടി. ഇപ്പൊ അതേ അമ്മയുടെ കാരുണ്യം കൊണ്ട് നഷ്ടപ്പെട്ട ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടി. ഇത് എവിടുന്ന് കിട്ടി? രാത്രിയിലെ നിഹാരിക മാരാള തട്ടിയും പിടിച്ച് പൂജാമുറിയുടെ പരിസരത്തുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് പോയത് എന്തിനായിരിക്കുമെന്ന് എനിക്കൊരു സംശയം തോന്നി. എല്ലാവരും ചോദിച്ചപ്പോ അവൾ എന്തൊക്കെയോ കാരണം പറഞ്ഞു. എല്ലാവരും പോയ ശേഷം ഞാൻ എന്താ ചെയ്തേന്നറിയോ? അമ്മയുടെ സന്നിധിയില് നിഹാരികയ്ക്ക് ആവശ്യമുള്ള എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാ അവളെ രാത്രിയിൽ പോലും ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. അവൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് കാണിച്ചതാ അമ്മേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം തെളിയിക്കാനുള്ള ഒരേ ഒരു തെളിവാ ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇത് നഷ്ടപ്പെട്ടു പോയ അന്ന് തൊട്ട് ഞാനും എന്റെ ഭർത്താവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ ദയ കൊണ്ട് കുറെ നാൾക്ക് ശേഷം തിരിച്ചു കിട്ടി. നിന്റെ ആശീർവാദം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം അമ്മേ, എപ്പോഴും തന്നെ ഉണ്ടാവണം. ഒരുപാട് ഭാഗ്യമുള്ളവരാ നിങ്ങൾ. സാക്ഷാൽ അന്നപൂർണേശ്വരിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് കാവല് നിന്നത്. എന്നാലും ആ സർട്ടിഫിക്കറ്റ് ആരായിരിക്കും പൂജാമുറിയിൽ കൊണ്ടുവച്ചത്? നിഹാരിക്ക് ഇത് ശ്രീകരേട്ടൻ എടുത്തു വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചിരുന്നു. അവിടുത്തെ പൂജാമുറിയിൽ ഇത് എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും അതിനുശേഷം നിഹാരിക അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ലായിരുന്നു. ഒന്ന് രണ്ട് തവണ അവൾ അമ്മയുടെ അടുത്തും പൂജാമുറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചിരുന്നു. അതൊരു ചെറിയ പേപ്പർ അമ്മേ, അതിപ്പോ കാണുന്നില്ല. അബദ്ധത്തിലെങ്ങാനോ അകത്ത് പെട്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ എനിക്ക് സംശയം തോന്നിയില്ല. എന്തായാലും എന്താ, നഷ്ടപ്പെട്ട താലി, സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു കിട്ടിയല്ലോ. അതുകൊണ്ട് എനിക്കിന്ന് ഇത്രയും സന്തോഷമുള്ളത്. ശ്രീകറിന് ഓർമ്മ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഈ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് വെക്കുന്നത് അത്ര ശരിയല്ല. ഞാനിത് ഇവിടെ സൂക്ഷിച്ചു വെക്കാം. ആവശ്യം വരുമ്പോ എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. ശരി ചേച്ചി, നിങ്ങൾ ഇത് എടുത്തു വെച്ചാ മതി. നിങ്ങളുടെ അടുത്ത് ഇത് ഭദ്രമായിരിക്കും. എന്നാ ഞാൻ പോയി വരട്ടെ ചേച്ചി. ശരി, ശ്രദ്ധിച്ചു പോണേ അവനി. ശരി ചേച്ചി.
അതിന്റെ ഒരുക്കം തുടങ്ങണമല്ലേ? ഒരുക്കങ്ങള് പണി വരുന്നുണ്ട് അനിയത്തി. നിഹാരിക, നിഹാരിക, അമ്മേ, അച്ഛാ, ചേച്ചി, ഏട്ടാ, അളിയാ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വാ. രാവിലെ തന്നെ അമ്മ ഈ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കുന്നത് പോലെ ഈ പാത്രങ്ങളെല്ലാം കൂടി എടുത്ത് പുറത്തു വെച്ചത് ആരാ? ഞാനാ ചേട്ടാ. സംശയമില്ല, എന്നെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പ്ലാനാ ഇത്. ഇതൊക്കെ എന്തിനാ പുറത്തെടുത്ത് വെച്ചേ? ആക്രി വെറുക്കാൻ വരുന്നവർക്ക് വിൽക്കാൻ വേണ്ടിയാണോ? എനിക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലല്ലോ വലിയേട്ടാ. അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാരിവിടെ വേറെ ഉണ്ടല്ലോ. ഇതിപ്പോ നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ആരാണോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് അവരെ കുറിച്ച്. അങ്ങനെ ഒരാളുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനായിട്ട് എങ്ങനെ ഞെട്ടുന്നത്? ആദ്യം നീ എന്തിനാ ഇതൊക്കെ പുറത്തു വെച്ചെന്ന് പറ. നിഹാരികയ്ക്ക് വേണ്ടിയാ. നിഹാരികയ്ക്ക് വേണ്ടിയോ? അതെ. ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് സ്വയം ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് അടുക്കളയിൽ വെച്ചിരുന്ന സാധനങ്ങളും മച്ചിൽ കയറ്റി വെച്ചിരുന്ന സാധനങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? കഴുകണം, അതല്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ ചേച്ചി. ഇതൊക്കെ കഴുകണമെന്നോ? അതേ നിഹാരിക, നീ ഒറ്റയ്ക്കിരുന്ന് ഇതെല്ലാം കഴുകണം. അങ്ങനെയൊക്കെ ചെയ്താ നമ്മുടെ അമ്മയുടെ ആശീർവാദം നിനക്ക് എത്രയോ ഇരട്ടിയായിട്ട് ലഭിക്കും. നിനക്ക് എപ്പോഴും നല്ലത് മാത്രമേ സംഭവിക്കൂ. ശരിയല്ലേ അമ്മേ? അതെ മോളെ നിഹാരിക, ഇതൊക്കെ ഒരുക്കം തന്നെയാ. ഇതില് മംഗളസ്നാനവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഉണ്ട്. നിനക്കും ശ്രീകരനും അവനിക്കും വികാസനും ഇത് ഉപയോഗിച്ച മംഗളസ്നാനം നടത്തുക. ജോലിക്കാരെ വിളിക്കണ്ട. എന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് അമ്മയോട് നേർന്ന കാര്യം താൻ പറഞ്ഞിരുന്നില്ലേ നിഹാരിക? താൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാ നല്ലത്. എന്റെ കല്യാണത്തിന്റെ കൂടെ അവനിയുടെ കല്യാണം നടക്കുന്നുണ്ടല്ലോ ശ്രീകരേട്ടാ. അവന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിഹാരിക, എന്തൊക്കെയാ നിഹാരിക നീ പറയുന്നേ? അമ്മയുടെ മുന്നിൽ നിന്ന് നേർന്നതിന് ശേഷം വാക്കുമാറ്റിയാൽ എങ്ങനെ ശരിയാവാ? അമ്മയ്ക്കിപ്പോ ദേഷ്യം വരില്ലേ? ആവനി പറഞ്ഞത് ശരിയാ മോളെ. അവരവരുടെ നേർച്ച അവരവര് വീട്ടണം, മറ്റൊരാള് ചെയ്യരുത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പുണ്യം നിനക്ക് തന്നെ ലഭിക്കും. കഷ്ടം. നിഹാരികയുടെ അവസ്ഥ ഈയിടെയായിട്ട് ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ? അല്ല, നല്ല ഭാഗ്യമാണെന്ന് പറഞ്ഞതാ. നിഹാരികയുടെ മുഖത്ത് പക്ഷേ അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോ ഇന്നലെ രാത്രി നീ വെറുതെ പറഞ്ഞതാണോ നിഹാരിക? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ, ഞാൻ നേർന്നതാ. എന്ന് ഇനി വൈകിപ്പിക്കണ്ട, വേഗം കഴുകി തുടങ്ങിക്കോ മോള്. ഞാൻ കഴുകിക്കോളാം, നിങ്ങൾ പോയിക്കോ. അത് സാരമില്ല മോളെ, ഞങ്ങളും ഇവിടെ നിന്നോളാം. നിഹാരിക കഴുകിക്കോളൂ അമ്മേ. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. ഏട്ടാ ഇരുന്നോളൂ. നിഹാരിക, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നീ എനിക്ക് പണി തന്നതാണല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല അവനി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? തുടങ്ങിക്കോളൂ, ഇരുന്നോളൂ. നീ
നന്നായിട്ട് ഒരച്ച് കഴുകി നിഹാരിക. അയ്യോ നിഹാരിക, അതൊന്നും നന്നായിട്ട് വൃത്തിയായിട്ടില്ല. നന്നായിട്ട് ഉരച്ച് കഴുകു. ചേച്ചി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അമ്മയോട് പറഞ്ഞ നിങ്ങൾക്ക് കൂടി എന്നെ ഒന്ന് സഹായിച്ചൂടെ? നിന്റെ കല്യാണ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം നിഹാരിക, ഞങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിലും അവൻ ഇവിടെ നിൽക്കുമ്പോ അതിനവൾ സമ്മതിക്കോ? നിങ്ങൾ കൊള്ളാലോ ചേച്ചി. ഞാൻ എന്തേതൊക്കെ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണെന്നാണോ കരുതിയേ? അതെ അതെ, നീ മനഃപൂർവ്വം അല്ലെങ്കിലും ഒന്നും ചെയ്യാറില്ലല്ലോ. അമ്മേ, എന്താ മോളെ? മരുമകളാകാൻ പോകുന്നവള് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോ കാണാൻ തന്നെ ഒരു ഐശ്വര്യം അല്ലേ? അതെ മോളെ, എന്റെ മരുമോള് തനി തങ്കമാണ്. എന്റെ ശ്രീകർ ഭാഗ്യം ചെയ്തവനാ. നീ ശരിക്കും ഗ്രേറ്റാ നിഹാരിക. താങ്ക് യു ശ്രീകരേട്ടാ. നമ്മളിവിടെ നിൽക്കുന്ന എന്തിനാ? നമുക്കങ്ങ് പോവാം. ഏട്ടാ, ഇതാ ടാബ്ലറ്റ്സ് കഴിച്ചോളൂ. ഇതാ. ഗുഡ് നൈറ്റ് ഏട്ടാ. അവനി, എന്താ ഏട്ടാ? നിഹാരികയുടെ കാര്യത്തില് താൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അവനി. ആ അതെ അവനി, നിഹാരികയുടെ മേൽ ഒരു അപമാനവും വരാതിരിക്കാൻ വേണ്ടി സമയാസമയം മെഡിസിൻ എനിക്ക് തരുന്ന ബാധ്യത താൻ ഏറ്റെടുത്തില്ലേ? അതിനെപ്പറ്റി പറഞ്ഞതാ. ഏട്ടാ, ഇതെന്റെ കുടുംബമാണ്. ഈ വീട്ടിൽ എവിടെ എന്ത് സംഭവിച്ചാലും അത് ഞാൻ അറിഞ്ഞിരിക്കും. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാ ഞാനിവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അന്നപൂർണ ദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ. നീ എന്ത് ചെയ്താലും നന്നായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നല്ലത് ചെയ്താലും ദോഷം സംഭവിക്കാറില്ലേ? അതെ ഏട്ടാ, ആ ദോഷത്തെയും മറികടന്ന് വേണം ജീവിതത്തെ സംരക്ഷിക്കാൻ. അതെ അവനി, എനിക്ക് നല്ല കൈപ്പുണ്യാണെന്ന് എല്ലാരും പറയാറ്. പാചകത്തിൽ മാത്രമല്ല, ഞാൻ എന്ത് ചെയ്താലും നന്നാകുമെന്നാ പറയാറ്. ഇപ്പൊ എന്റെ കൈകൊണ്ടാ നിങ്ങൾക്ക് മെഡിസിൻസ് തരുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം ഭേദവും ഓർമ്മയും തിരിച്ചു വരും. നോക്കിക്കും. അങ്ങനെ സംഭവിച്ചാ എല്ലാവർക്കും സന്തോഷാവും, തന്നെ അഭിനന്ദിക്കുകയും ചെയ്യും. എന്നാ ശരിയേട്ടാ, ഞാൻ ചെല്ലട്ടെ. വേഗം കിടക്കാൻ നോക്കണേ. ടാബ്ലറ്റ്സ് ഒക്കെ മറക്കാതെ കഴിക്കണം. കിടന്നോളാം. ശരിയേട്ടാ. മാരേജ് സർട്ടിഫിക്കറ്റ് അന്ന് ആ പൂജാമുറിയിലേക്ക് പറന്നു പോയത് ഞാൻ നേരിട്ട് കണ്ടതാ. പൂജാമുറിയിൽ നിന്നും അതെങ്ങനെയാ മിസ്സായത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഏട്ടന് മെഡിസിൻ കൊടുത്തിട്ട് തിരിച്ചു വരിക നിഹാരിക. എടി പൊട്ടി, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ശ്രീകരേട്ടന് അത്ര പെട്ടെന്നൊന്നും ഓർമ്മ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് കൊടുത്ത മെഡിസിൻസിന്റെ എഫക്റ്റ് അത്ര പെട്ടെന്നൊന്നും പോകില്ല. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് വെറും ഒരാഴ്ച കൂടി മാത്രമേ സമയമുള്ളൂ.
ഈ ഒരാഴ്ച കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ നല്ലതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, നീ തിന്മ സംഭവിക്കാനുള്ള ആഗ്രഹത്തിലും. അവസാനം നന്മ ജയിക്കോ അതോ തിന്മ ജയിക്കോ എന്ന് നോക്ക. കഴുത്തില് താലി ഉണ്ടെന്ന് കരുതി ആ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ആയിരിക്കും നീ ഇപ്പൊ സംസാരിക്കുന്നെ. ഒരു കാര്യം പറഞ്ഞു തരാം, അത് നന്നായിട്ട് ഓർത്തു വെച്ചോ. ശരി, പറ. നിന്റെ കഴുത്തിലുള്ള ഈ താലി സെന്റിമെന്റിലെ ചില സന്ദർഭങ്ങളില് ചിലപ്പോ സഹായമായിട്ട് വന്നിട്ടുണ്ടാകും. അത് വെച്ച് ശ്രീകറിന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അത് വെച്ച് ഇവിടുത്തെ മരുമകളാകാൻ കഴിയില്ല. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട. അപ്പോ ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി നിന്റെ ദൃഷ്ടിയിൽ ഒരു വിലയും ഇല്ലാത്തതാണെന്ന് സാരം. നല്ലൊരു സമയം നോക്കി ഈ താലി ഞാൻ പുറത്ത് കാണിച്ചു കഴിഞ്ഞാ എന്തുണ്ടാകുമെന്ന് പറയ്. എന്തുണ്ടാകൂന്ന് നിനക്കറിയില്ലേ? ഒന്നും ഉണ്ടാകില്ല. ഒന്നും ഉണ്ടാവില്ലെന്ന് എത്ര ഓവർ കോൺഫിഡന്റ് ആയിട്ടാ നീ പറയുന്നേ. പക്ഷെ ഒരുപാട് തവണ എന്റെ കഴുത്തിലെ ഈ താലി മറ്റുള്ളവരുടെ മുന്നിൽ പുറത്തു വരുന്ന സന്ദർഭം വന്നപ്പോ എന്തിനാ എന്റെ മോള് പേടിച്ചേ? ഇനി ഒരിക്കലും അങ്ങനെ പേടിക്കാതിരിക്കാൻ, പുറകോട്ട് നിൽക്കാതിരിക്കാൻ, വിയർത്ത് കുളിക്കാതിരിക്കാൻ ഇത്തവണ നല്ലൊരു പ്ലാൻ ഞാൻ ആലോചിച്ച് വച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. എന്താണാവോ ആ പ്ലാന്? ഇപ്പൊ പറഞ്ഞുതരാം. ശരി, പറയണ്ട, നീ തന്നെ അത് സൂക്ഷിച്ചു വെച്ചു. നിന്നോടിത് പറഞ്ഞാലും വലിയ നഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് നീ ഇത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി എങ്ങാനും ഇവിടെ നിന്റെ താലി പുറത്തു കാണിക്കേണ്ട സാഹചര്യം വന്നാ നീ എന്ത് പറയും? ശ്രീകരേട്ടൻ കെട്ടിയതാണെന്ന് പറയും. ഞാൻ ഉടനെ അത് വെറും കളവാണ്, അവന് തന്നെ താലി കഴുത്തിലിട്ടിട്ട് ശ്രീകരേട്ടന്റെ ഭാര്യയായി ഇവിടത്തെ മരുമകളാകാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാം മറിച്ചിട്ട് കളയും ഞാൻ. ശ്രീകരേട്ടൻ ആ താലി കെട്ടിയിട്ടില്ല, അത് അവന് തന്നെ ചെയ്ത പണിയാണെന്ന് പറഞ്ഞ് നിന്നെ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഞാൻ അവരെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാവരും എന്റെ ട്രാപ്പിൽ പെട്ടോളും, കണ്ണടച്ച് വിശ്വസിച്ചോളും. അപ്പോ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇത് എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? ഈ ഷോക്കൊന്നും മാറിക്കിട്ടാൻ നിനക്ക് കുറച്ചധികം സമയം എടുക്കുമായിരിക്കും. ഒരു നല്ല ആലോചന കുറഞ്ഞത് 10 ദുഷിച്ച ചിന്തകളെ നന്മയുടെ ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരും. ഒരു ദുഷിച്ച ചിന്ത 1000 നല്ല ചിന്തകളെങ്കിലും നശിപ്പിക്കുമെന്നാണ് പറയാറ്. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളില് എന്തു വേണമെങ്കിലും ചെയ്യാൻ സമർത്ഥയാണ് നിഹാരിക. നിന്നെപ്പോലെ ഒരുത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭഗവാൻ എനിക്ക് ആ താലിയുടെ കൂടെ മറ്റൊരു തെളിവ് കൂടി തന്നിട്ടുണ്ട് നിഹാരിക. അതെ, എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ്. അതതിന് നിന്റെ കയ്യിൽ ഇല്ലല്ലോ. എപ്പോഴോ നിന്റെ കയ്യിൽ നിന്ന് അത് മിസ്സായി പോയില്ലേ? മിസ്സാക്കിയത് നീ തന്നെയല്ലേ? ശരിയാ, ഞാനാ. അതിനി ഈ ജന്മത്തില് തിരിച്ചു കിട്ടില്ല എന്ന് നീ തന്നെ പറഞ്ഞാ മതിയോ? എനിക്കെന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയല്ലോ. കലക്കവെള്ളത്തില് മീൻ പിടിക്കല്ലേ. അന്നപൂർണ ദേവിയാണ് സത്യം നിഹാരിക. അന്നപൂർണ ദേവിയുടെ സന്നിധിയിൽ വെച്ച് എനിക്കത് കിട്ടി. അത് നഷ്ടപ്പെട്ട നിമിഷം തൊട്ട് സമാധാനമില്ലാതെ വീട് മുഴുവൻ അലഞ്ഞതാ. രാത്രി നീ കാരണം എനിക്ക് കിട്ടിയത്. നീ ഇന്നലെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ നാടകം കളിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി. ആരുമില്ലാത്ത നേരത്ത് അമ്മയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ അമ്മയുടെ അടുത്തത് കാണാൻ പറ്റി. അകത്ത് കയറി ചെല്ലാനുള്ള അവകാശം നിനക്കില്ലാത്തതുകൊണ്ട് നിനക്ക് ധൈര്യം കാണിക്കാൻ കഴിഞ്ഞില്ല. അതെനിക്ക് ഉപകാരപ്പെട്ടു. നീ കാരണം എനിക്കെന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടി. താങ്ക് യു സോ മച്ച് നിഹാരിക. നീ പോലും അറിയാതെ നീ എനിക്കൊരു നന്മ ചെയ്തു. നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ അതെനിക്ക് കാണിച്ചു തരണം. അയ്യോ, എന്താ ബുദ്ധി! അമ്മയെ തൊട്ട് സത്യം ചെയ്ത് ഞാൻ കളവ് പറയുന്നോ? ഞാനതിന് നിഹാരികയല്ല. ഇനി ആ സർട്ടിഫിക്കറ്റ് നിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ
വളരെ ഭദ്രമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഏട്ടന് കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്നാൽ ഓക്കെ. ഇല്ലെങ്കിൽ കല്യാണ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് പുറത്ത് കാണിച്ച് എന്റെ ഏട്ടനെ സംരക്ഷിച്ചിരിക്കും. എന്റെ അടുത്തുള്ള തെളിവാണത്. എനിക്കത് ബ്രഹ്മാസ്ത്രത്തിന് തുല്യമാണ്. എന്റെ ഭർത്താവിനെ ആഗ്രഹിച്ചിന് നീ നടക്കണ്ട.